നമസ്കാരം. ഞാനൊരു വീഡിയോ കാണിക്കാം. പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായി കാണില്ല. ഇതൊരു കൊലക്കേസിൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്ന പ്രതിയുടെ വീട്ടിലെ ദൃശ്യമാണ്. അതായത് 35 കോടി രൂപയുടെ ബ്ലഡ് മണി നൽകി സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലെ ദൃശ്യമാണ്. കഴിഞ്ഞ ദിവസം വന്നത് മുതൽ ഇയാളുടെ വീട്ടിൽ ഇതാണ് സ്ഥിതി. ഇയാൾക്ക് മാധ്യമങ്ങൾ നൽകുന്ന അതിരുകടന്ന സ്വീകരണവും ആഘോഷങ്ങളും കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ മലയാളി സമൂഹം ഒത്തൊരുമിച്ചു എന്നത് ഒരു വശം. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു കുറ്റകൃത്യത്തെയും അതിലെ പ്രതിയെയും ജനപ്രിയ നായകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ റഹീമിൻ്റെ മേൽ ചാർത്തിയിരുന്നത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ച കേവലം ഒരു അപകട മരണമല്ല. കേസ് ഡയറിയിലെയും കോടതി കണ്ടെത്തലുകളിലെയും വിവരങ്ങൾ പ്രകാരം റഹീം പരിപാലിച്ചിരുന്ന ഭിന്നശേഷിക്കാരനായ കുട്ടിയിൽ നിന്ന് നേരിട്ടുള്ള പെരുമാറ്റങ്ങളിലുള്ള ദേഷ്യം കാരണം കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്ന ബ്രീത്തിങ് എക്യുപ്മെന്റ്, അതായത് ശ്വസന സഹായി, മനഃപൂർവ്വം മാറ്റിയതാണ് അയാളുടെ മേൽ ചുമത്തിയ കുറ്റം. നിയമത്തിന് മുന്നിൽ കുറ്റം തെളിയിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ 2 പതിറ്റാണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ഒരാളെയാണ് പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിലെ വിമാനത്താവളം മുതൽ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചതെന്ന് ഓർക്കണം. മാധ്യമങ്ങൾ മൈക്കും ക്യാമറയുമായി ഇയാളുടെ പിറകെ നടന്ന് ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? നിയമപരമായ ശിക്ഷയും മോചനദ്രവ്യവും നൽകി ഒരാൾ പുറത്തിറങ്ങി എന്നത് സത്യമാണ്. എന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവത്തെ ഇല്ലാതാക്കാനോ കേസ് ഡയറിയിലെ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഇയാളെ ഒരു നിരപരാധിയായി ചിത്രീകരിക്കാനോ ആർക്കും കഴിയില്ല, അതിനുള്ള അവകാശവുമില്ല. അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ജയിച്ചു വന്ന സൈനികനല്ല റഹീം. ഒരു കുട്ടിയുടെ ജീവൻ മനഃപൂർവ്വം ഇല്ലാതാക്കിയ സംഭവത്തെ വെറും ഒരു മാധ്യമ സർക്കസാക്കി മാറ്റുന്ന ഈ പ്രവണത മലയാളി സമൂഹം തിരിച്ചറിയണം. കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്ന ഇത്തരം മാധ്യമ ശൈലികൾ തിരുത്തപ്പെടുക തന്നെ വേണം. അത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്.